നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് നോർമൽ പ്രഗ്നൻസിയിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ പ്രഗ്നൻസിയാണ് നോക്കിയത്. ഇനി അതിൻ്റെ പാർട്ട് 3 ആണ് കണ്ടിന്യൂവേഷൻ. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അലിമെൻ്ററി സിസ്റ്റത്തിലുള്ള ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഗംസ് ബിക്കം കൺജസ്റ്റഡ്, സ്പോഞ്ചി ആൻഡ് ബ്ലീഡ്സ് ഓൺ ടച്ച്. അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാർഡിയാക് സ്ഫിഞ്ചേഴ്സ് റിലാക്സ്ഡ് ആകും. പിന്നെ ഗാസ്ട്രിക് ആസിഡ് റിഗർജിറ്റേറ്റ് ചെയ്യും. ഇത് കാരണം ഈസോഫേജൈറ്റിസും ഹേർട്ട് ബേണും ഉണ്ടായേക്കാം. ഇൻറ്റസ്റ്റൈൻസ് മുകളിലോട്ടും സൈഡിലോട്ടും ആയിട്ട് പുഷ് ചെയ്യപ്പെടും. എൻ്റയർ GIT-യുടെ മസിൽ ടോണും മോട്ടിലിറ്റിയും ഡിമിനിഷ്ഡ് ആകും. അറ്റോണിസിറ്റി ഓഫ് ദി ഗട്ട് ലീഡ്സ് ടു കോൺസ്റ്റിപ്പേഷനും ഉണ്ടായേക്കാം. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കുറയുന്നതും ഡിലേഡ് എംറ്റിങ് കാരണം പെപ്റ്റിക് അൾസർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയും, അതിൻ്റെ റിസ്ക്. പിന്നെ മോർണിംഗ് സിക്നസ് ഉണ്ടാകും, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ ഒരുമാതിരി ഫീലിംഗ് ഒക്കെ. ഇനി ലിവർ ആൻഡ് ഗാൾ ബ്ലാഡറിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. ലിവർ ഫംഗ്ഷൻ ഡിപ്രസ്ഡ് ആകും, മൈൽഡ് കൊളസ്റ്റാസിസ് ഉണ്ടാകും, പിന്നെ മാർക്ഡ് അറ്റോണിസിറ്റി ഓഫ് ദി ഗാൾ ബ്ലാഡർ ഉണ്ടാകും. ഇതിൻ്റെ കൂടെ ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ ഉണ്ടാകും. ഇനി യൂറിനറി സിസ്റ്റത്തിലുള്ള ചേഞ്ചസ് ആണ്. അതിൽ കിഡ്നി, യൂറേറ്റേഴ്സ്, റീനൽ പെൽവിസ്, കാലിസസ് ഒക്കെ ഡയലേറ്റ് ആകും. കിഡ്നി എൻലാർജ് ബൈ ലെങ്ത് ഓഫ് 1 സെൻറ്റിമീറ്റർ എൻലാർജ്മെൻറ്റ് ഉണ്ടാകും കിഡ്നിക്ക്. റീനൽ പ്ലാസ്മ ഫ്ലോ ഇൻക്രീസ് ആകും 50 to 75%. ഇത് 11ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും മാക്സിമം ആകും. ഇത് എന്നിട്ട് ഈ ഒരു മാക്സിമത്തിൽ എത്തിയത് 34ാമത്തെ ആഴ്ച വരെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നീട് 25% കുറയാൻ തുടങ്ങും. പിന്നെ GFR കൂടും 50%-ഓളം ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ മുഴുവനായിട്ട് കൂടും. ഇനി യൂറേറ്ററിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. യൂറേറ്റർ അറ്റോണിക് ആകും. ഇതിന് കാരണം ഹൈ പ്രൊജസ്ട്രോൺ ലെവലാണ്. പിന്നെ ഡയലറ്റേഷൻ ഓഫ് ദി യൂറേറ്റർ അബോവ് ദി പെൽവിക് റിം ഉണ്ടാകും. പിന്നെ ഇലോങ്ങേഷൻ, കിങ്ക്ലിംഗ് ആൻഡ് ഔട്ട്വേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് യൂറേറ്റേഴ്സ് ഉണ്ടാകും. ഇനി ബ്ലാഡറിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. ബ്ലാഡർ മ്യൂക്കോസ എഡിമേറ്റസ് ആകും. 6 to 8 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും മിക്സ്ചറേഷൻ ഫ്രീക്വൻസി, അതായത് മൂത്രമൊഴിക്കുന്ന ഫ്രീക്വൻസി കൂടാൻ തുടങ്ങും. ഇത് 12th വീക്ക് ആകുമ്പോഴേക്കും സബ്സൈഡ് ചെയ്യും. പിന്നെ ലേറ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയുടെ ടൈമിൽ വീണ്ടും ഇത് റിയപ്പിയർ ചെയ്യും, അതായത് ഫ്രീക്വൻസി ഓഫ് മിക്സ്ചറേഷൻ കൂടും. ലേറ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ യൂറെത്രൽ സ്ഫിഞ്ചർ വീക്ക്നെസ് കാരണം സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ചിലപ്പോഴൊക്കെ കാണാൻ സാധിക്കും. ഇനി നെർവസ് സിസ്റ്റം ചേഞ്ചസ് എന്തൊക്കെയാണ്? സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള നോസിയ, വൊമിറ്റിങ്, മെൻ്റൽ ഇറിറ്റബിലിറ്റി, സ്ലീപ്ലെസ്നെസ് ഒക്കെ കാണുന്നുണ്ട്. കാർപ്പൽ ടണൽ സിൻഡ്രം ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ കാണുന്നുണ്ട്. ഇതിന് കാരണം മീഡിയൻ നെർവിൻ്റെ കംപ്രഷനാണ്. പാരസ്തീഷ്യ ആൻഡ് സെൻസറി ലോസ് ഉണ്ടാകുന്നുണ്ട് എൻറ്റീരിയോ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് തൈയിൽ. ഇനി മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്. ലാസ്റ്റ് വീക്സ് ഓഫ് പ്രഗ്നൻസിയിൽ ഈസ്ട്രജൻ, റിലാക്സിൻ എന്നീ ഹോർമോൺസിൻ്റെ ഒക്കെ അളവ് മാക്സിമത്തിലെത്തും. ഇത് കാരണം പെൽവിക് ലിഗമെൻറ്റിൻ്റെയും മസിൽസിൻ്റെയും റിലാക്സേഷൻ നടക്കും. പിന്നെ ബാക്ക് ഏക്കും വാഡിങ് ഗേറ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ലോ കാൽസ്യം, ലോ വൈറ്റമിൻ B, പിന്നെ പ്രഷർ ഓഫ് യൂട്രസ് ഓൺ ദി നെർവ്സ് ഓഫ് ലെഗ്സ് തുടങ്ങിയവയൊക്കെ കാരണം ക്രാംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതിൽ പ്ലാസെന്റൽ ഹോർമോൺസിൽ വരുന്ന ചേഞ്ചസ് നോക്കാം. അത് തന്നെ 2 തരത്തിലുണ്ട്, പ്രോട്ടീൻ ഹോർമോൺസും സ്റ്റിറോയിഡ് ഹോർമോൺസും. ഇനി പ്രോട്ടീൻ ഹോർമോൺസ് ആദ്യം നോക്കാം. ഇതിൽ HCG ഗ്ലൈക്കോപ്രോട്ടീൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്ട്രോണിൻ്റെയും റിലാക്സിൻ്റെയും സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ലേഡിംഗ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് മെയിൽ ഫീറ്റസിൽ. അത് ടെസ്റ്റോസ്റ്റെറോണിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണോ സപ്രസീവ് ആക്ടിവിറ്റി ഉണ്ട്, സ്റ്റിമുലേറ്റ് മെറ്റേണൽ തൈറോയിഡ്. അടുത്തത് ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ ആണ് ഹോർമോൺ. ഇത് 3rd വീക്കിലാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് റൈസ് പ്രോഗ്രസീവ്ലി ഫ്രം 5 to 25 microgram/ml അണ്ടിൽ 36 വീക്ക്. 30ാമത്തെ ആഴ്ച വരെ ഇത് പ്രോഗ്രസീവായിട്ട് റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ഇൻസുലിൻ ആൻറ്റഗോണിസ്റ്റ് ആണ്. മെറ്റേണൽ ലിപ്പോലൈസിസിന് ഇത് കാരണമാകുന്നുണ്ട്. പിന്നെ ഇത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ ഫീറ്റസിലേക്ക് ഗ്ലൂക്കോസും അമിനോ ആസിഡും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അടുത്തത് പ്രഗ്നൻസി സ്പെസിഫിക് ബീറ്റ-1 ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. ഇത് ഓവുലേഷൻ നടന്നിട്ട് 18 to 20 ദിവസം കഴിയുമ്പോഴാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് ലിംഫോസൈറ്റ് പ്രോലിഫറേഷൻ്റെ ഇമ്മ്യൂണോ സപ്രസറാണ്. പിന്നെ ഇത് റിജക്ഷൻ ഓഫ് കോൺസെപ്റ്റസ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏർലി പ്രഗ്നൻസി ഫാക്ടറാണ് അടുത്ത ഹോർമോൺ. ഡിറ്റക്റ്റഡ് 6 to 24 hours ആഫ്റ്റർ കൺസെപ്ഷൻ 24 hours കഴിയുമ്പോഴാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ്. ഇത് റിജക്ഷൻ ഓഫ് കോൺസെപ്റ്റസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ A ആണ്. PAP എന്ന് വിളിക്കാം. ആക്ട് ആസ് ഇമ്മ്യൂണോ സപ്രസൻ്റ് ഇൻ പ്രഗ്നൻസിയിലെ ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയത് പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ഇനി സ്റ്റിറോയിഡ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എസ്ട്രോജൻ-എസ്ട്രിയോൾ. ഇത് 9ാമത്തെ ആഴ്ചയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. 0.05 nanogram/ml ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. 30 nanogram/ml വരെ കൂടും. ഇത് ബ്രസ്റ്റിൻ്റെയും മയോമെട്രിയത്തിൻ്റെയും ഹൈപ്പർട്രോഫിക്കും ഹൈപ്പർപ്ലാസിയക്കും കാരണമാക്കുന്നുണ്ട്. പിന്നെ ഇത് മയോമെട്രിയത്തെ ഓക്സിറ്റോസിനും പ്രോസ്റ്റാഗ്ലാൻഡിനും നേരെ സെൻസിറ്റൈസ് ആക്കുന്നുണ്ട്. അടുത്ത ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്. ഇത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റേണൽ ഓർഗനെ ഇൻക്രീസിങ് ഡിമാൻഡ് ഓഫ് ഫീറ്റസുമായിട്ട്, അതായത് ഫീറ്റസിന് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ടാകും, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വരുന്ന ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ പ്രൊലാക്റ്റിൻ, അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺസ്, തൈറോട്രോഫിക് ഹോർമോൺസ്, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. പിന്നെ FSH, LH തുടങ്ങിയ ഹോർമോൺസിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം പ്ലാസെന്റൽ പ്രൊജസ്ട്രോണും ഈസ്ട്രജനുമാണ്. പിന്നെ പ്രൊലാക്റ്റിൻ സെക്രീഷൻ്റെ എഫക്റ്റിനെ ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ സപ്രസ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസിയുടെ ടൈമിലുടനീളം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓക്സിറ്റോസിനെ ലോ ഫ്രീക്വൻസി പൾസസ് ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ടേം ആകുമ്പോഴേക്കും ഈ ഒരു പൾസിൻ്റെ ഫ്രീക്വൻസി കൂടാൻ തുടങ്ങും. ഇത് യൂട്രൈൻ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് തൈറോയിഡ് ഗ്ലാൻഡിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഗ്ലാൻഡിൻ്റെ സൈസ് 13% കൂടും. ഹൈപ്പർപ്ലേസിയ ഓഫ് ദി ഗ്ലാൻഡുലാർ ടിഷ്യൂയും ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റിയാണ് ഇതിന് കാരണം. പിന്നെ ഇൻക്രീസ്ഡ് അപ്ടേക്ക് ഓഫ് അയഡിൻ ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി ക്യാൻ ഗിവ് എൻ ഇംപ്രഷൻ ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡ് ഫംഗ്ഷൻ ബേസിക്കലി നോർമൽ ആയിരിക്കും. പിന്നെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതിന് കാരണം ഫീറ്റസിൻ്റെ ഓക്സിജൻ കൺസപ്ഷൻ കൂടുന്നതും മെറ്റേണൽ ഹേർട്ടിൻ്റെയും ലങ്ങിൻ്റെയും വർക്കുമാണ്. ഇനി ബോഡി സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബേബി ബിഗിൻസ് ടു ഗ്രോ, ഇൻക്രീസ്ഡ് യൂറിനേഷൻ, ചേഞ്ചസ് വിത്ത് സ്കിൻ ആൻഡ് ഹെയർ, തിക്കനിങ് ഓഫ് വേസ്റ്റ് ലൈൻ, നോസിയ, ഫെറ്റിഗ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ബേബിയുടെ വെയിറ്റ് കൂടാൻ തുടങ്ങും, എനർജി ലെവൽ ഇംപ്രൂവ് ആകും, ഹേർട്ട് ബേൺ ഉണ്ടാകും, ലെഗ് ക്രാംസ്, പെൽവിസ് റിലാക്സ് ചെയ്യും. ഇനി തേർഡ് ട്രൈമസ്റ്ററിൽ ബേബി ഹാസ് മോർ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് വെയിറ്റ് ഗെയിൻ. ഗ്രോത്തും വെയിറ്റ് ഗെയിനും കൂടും, ബാക്ക് ഏക്ക് ഉണ്ടാകും, സ്വെല്ലിംഗ് ഓഫ് ദി ഹാൻഡ്സ്, ലെഗ്സ് ആൻഡ് ഫീറ്റ്, ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാകും, മോർ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടാകും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് ഇതുവരെ പറയുന്നത്. 3 പാർട്ടായിട്ടുണ്ട്. ഇനി ബാക്കി അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഒക്കെ അടുത്ത വീഡിയോകളിൽ കാണാം. സോ ബൈ.